ഈ ലോകത്ത് ജൂതന്മാരില്ലായിരുന്നെങ്കിലോ? ക്രിസ്തു മതവും ഇസ്ലാം മതവും ഇല്ലാത്തൊരു ലോകത്തെ പറ്റി ചിന്തിക്കാൻ നമുക്ക് പറ്റും. ഈ ഒരൊറ്റ വിഭാഗം നമ്മുടെ ചരിത്രത്തിൽ നിന്നും മാറുകയാണെങ്കിൽ ചരിത്രത്തിൽ എത്രത്തോളം മാറ്റം ഉണ്ടാകുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി. മെയിനായിട്ടുള്ള മാറ്റങ്ങൾ മാത്രം പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് കേട്ടു. ആദ്യത്തെ കാര്യം, ലോകത്തിലെ പ്രധാന മതങ്ങളായ ക്രിസ്തു മതവും ഇസ്ലാം മതവും ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഇവ രണ്ടും ജൂതമതത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നുമാണ് ഉണ്ടായിട്ടുള്ളത്. യേശു ക്രിസ്തു ഒരു ജൂതനായിരുന്നു. അങ്ങനെ ജൂതന്മാർ ഇല്ലായിരുന്നെങ്കിൽ ഇന്നും യൂറോപ്പും മിഡിൽ ഈസ്റ്റും പഴയ റോമൻ ഗ്രീക്ക് സംസ്കാരങ്ങളിലെ പോലെ ബഹുദൈവ വിശ്വാസികളായി തുടരുമായിരുന്നു. രണ്ടാമതായിട്ട്, ഇന്നത്തെ ഗ്ലോബൽ പൊളിറ്റിക്സിലെ ഏറ്റവും വലിയ യുദ്ധഭൂമിയായിട്ടുള്ള ഇസ്രയേൽ ലോകഭൂപടത്തിൽ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഇസ്രയേൽ പാലസ്തീൻ സംഘർഷങ്ങളൊന്നും തന്നെ സംഭവിക്കില്ല. ആ ഒരു പ്രദേശം സാധാരണ ഒരു അറബ് മേഖലയായിട്ട് തുടരുമായിരുന്നു. മൂന്നാമതായിട്ട്, ലോക ജനസംഖ്യയുടെ വെറും 2% മാത്രമാണ് ജൂതന്മാരെങ്കിലും നമ്മൾക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ള നോബൽ സമ്മാനങ്ങളിൽ 20%-ലധികവും ലഭിച്ചിട്ടുള്ളത് ജൂതന്മാർക്കാണ്. അവരില്ലായിരുന്നെങ്കിൽ ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയോ ആദ്യത്തെ ആറ്റം ബോംബോ ഒന്നും ഉണ്ടാവുമായിരുന്നില്ല. ഹോളിവുഡ് സിനിമകൾ മുതൽ ഇന്നത്തെ ഫേസ്ബുക്കും ഗൂഗിളും വരെ രൂപപ്പെടുന്നത് മറ്റൊരു രീതിയിലായേനെ. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഈ ഒരു ചെറിയ ജനവിഭാഗം ചെലുത്തിയിട്ടുള്ള സ്വാധീനം ഒട്ടും ചെറുതല്ല. ചരിത്രത്തിലെ ഈ ഒരു വസ്തുതയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഇതേപോലെയുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.